വിജയന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ KM എബ്രഹാമിന് ക്യാബിനറ്റ് പദവി നൽകാൻ തീരുമാനിച്ചത് എന്തിന്? മന്ത്രിസഭാ യോഗത്തിലാണ് സർക്കാർ പ്രധാനപ്പെട്ട ഈ തീരുമാനം എടുത്തത്. മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ KM എബ്രഹാം നിലവിൽ കിഫ്ബി സിഇഒയുടെ ചുമതലയും വഹിക്കുന്നുണ്ട്. 1982 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം. കിഫ്ബി സിഇഒ എന്ന നിലയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അത് തടയുകയാണ് ക്യാബിനറ്റ് പദവി കൊണ്ട് സർക്കാർ അർത്ഥമാക്കുന്നത്. കിഫ്ബി വിവാദത്തിൽ എബ്രഹാമിനെതിരെ എപ്പോൾ വേണമെങ്കിലും നടപടിയുണ്ടാകാം. ഇത് പ്രതിരോധിക്കാൻ ക്യാബിനറ്റ് റാങ്ക് അല്ലാതെ മറ്റൊരു വഴിയുമില്ല. മുഖ്യമന്ത്രിയുടെ മുൻ സെക്രട്ടറി M ശിവശങ്കറിനെ പോലെയല്ല KM എബ്രഹാം. അദ്ദേഹത്തിന് പണി നന്നായിട്ട് അറിയാം. അങ്ങനെയാണ് ക്യാബിനറ്റ് പദവി ലഭിച്ചതും. കേരള സർവകലാശാലയിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ ബിടെക്കും കാൺപൂർ IITയിൽ നിന്ന് MTechും നേടിയതിനു ശേഷം അമേരിക്കയിലെ മിഷിഗൻ സർവകലാശാലയിൽ നിന്നാണ് അദ്ദേഹം ഡോക്ടറേറ്റ് നേടിയത്. 3 വർഷക്കാലം സെബി അംഗമായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്ത ഉദ്യോഗസ്ഥരിൽ ഒരാളായാണ് KM എബ്രഹാം അറിയപ്പെടുന്നത്. ചീഫ് സെക്രട്ടറിയായി വിരമിച്ചതിന് പിന്നാലെ KM എബ്രഹാമിനെ കിഫ്ബി സിഇഒ ആയി നിയമിച്ച സമയത്ത് വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നു. പെൻഷനും കിഫ്ബി ശമ്പളവും ഒരുമിച്ച് വാങ്ങാമെന്ന വ്യവസ്ഥയോടെയുള്ള നിയമനമാണ് വിവാദത്തിന് ഇടയാക്കിയത്. എന്നാൽ മുഖ്യമന്ത്രിക്കുണ്ടായിരുന്ന താല്പര്യമാണ് ഇവിടെയും KM എബ്രഹാമിന് തുണയായി മാറിയത്. അടുത്തിടെ സാമ്പത്തിക പ്രതിസന്ധി വിഷയത്തിൽ കേന്ദ്രത്തിൽ ചർച്ചയ്ക്ക് പോയ ധനമന്ത്രിക്കും സെക്രട്ടറിക്കുമൊപ്പം KM എബ്രഹാമിനെയും ഉൾപ്പെടുത്തിയതും മുഖ്യമന്ത്രി പ്രത്യേക താല്പര്യപ്രകാരമായിരുന്നു. ഇപ്പോൾ ക്യാബിനറ്റ് റാങ്ക് കൂടി ലഭിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനായ ചീഫ് സെക്രട്ടറിക്ക് സമാനമായ പദവിയാണ് KM എബ്രഹാമിന്റേത്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവെന്ന ആരോപണം KM എബ്രഹാമിനെതിരെ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജി ഹൈക്കോടതി വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ്. 2015 ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി ജോമോൻ പുത്തമ്പുരയ്ക്കൽ നൽകിയ ഹർജിയാണ് കക്ഷികളുടെ വാദം പൂർത്തിയാക്കി ജസ്റ്റിസ് K ബാബു വിധി പറയാൻ മാറ്റിയത്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് 2018 നൽകിയ ഹർജിയാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. സ്വത്ത് സമ്പാദനം സംബന്ധിച്ച് KM എബ്രഹാമിനെതിരെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ കേസുണ്ട്. ഇതിനിടയിലാണ് CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ശമ്പളത്തേക്കാൾ കൂടുതൽ തുക എല്ലാ മാസവും ലോൺ അടയ്ക്കുന്നത് എങ്ങനെയാണ് എന്ന് മറുപടി പറയാൻ KM എബ്രഹാമിനോട് ജസ്റ്റിസ് K ബാബു വാദത്തിനിടയിൽ ആവശ്യപ്പെട്ടു. കോളേജ് പ്രൊഫസർമാരായിരുന്ന അച്ഛന്റെയും അമ്മയുടെയും പെൻഷൻ കിട്ടുന്ന രൂപയുടെ സഹായത്താലാണ് ലോൺ അടച്ച് തന്റെ ജീവിതം കഴിച്ചുകൂട്ടി മുന്നോട്ട് നീക്കുന്നത് എന്ന് KM എബ്രഹാം കോടതിയിൽ പറഞ്ഞു. അതേസമയം KM എബ്രഹാമിന്റെ അച്ഛനും അമ്മയും വർഷങ്ങൾക്ക് മുൻപേ മരിച്ചുപോയിട്ടും അത് മറച്ചു വെച്ചിട്ടാണ് കോടതിയിൽ കള്ളം പറഞ്ഞത് എന്ന് ഹർജിക്കാരൻ വാദിച്ചു. മുംബൈ നഗരത്തിലുള്ള 3 കോടി രൂപ വില വരുന്ന ഫ്ളാറ്റും 1 കോടി രൂപ വിലയുള്ള തിരുവനന്തപുരം വഴുതക്കാടുള്ള മില്ലേനിയം അപ്പാർട്ട്മെന്റിന്റെ ലോണുമാണ് എല്ലാ മാസവും കൃത്യമായി അടയ്ക്കുന്നത്. 8 കോടി വില വരുന്ന കൊല്ലം കടപ്പാക്കടയിലുള്ള 3 നില ഷോപ്പിംഗ് കോംപ്ലക്സ് സഹോദരന്റെ പേരിലായതിനാലാണ് തന്റെ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റിൽ ഉൾപ്പെടുത്താത്തത് എന്നും വിജിലൻസിന് KM എബ്രഹാം നൽകിയ മൊഴിയിൽ പറയുന്നു. എന്നാൽ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഓണർഷിപ്പ് KM എബ്രഹാമിന്റെ പേരിലാണ് എന്ന് തെളിയിക്കുന്ന ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് കൊല്ലം കോർപ്പറേഷനിൽ നിന്നും ഹർജിക്കാരൻ ഹൈക്കോടതിയിൽ ഹാജരാക്കി. KM എബ്രഹാം സ്വത്ത് വിവരം മറച്ചുവെച്ച് കളവ് പറഞ്ഞുവെന്ന് ഹർജിക്കാരൻ കോടതിയിൽ വാദിക്കുകയും ചെയ്തു. KM എബ്രഹാം IAS സർവീസിൽ പ്രവേശിച്ചിട്ട് 33 വർഷമായി. ഇന്ത്യൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ 1968 പെരുമാറ്റച്ചട്ടം റൂൾ 16 പ്രകാരം വർഷം തോറും ചീഫ് സെക്രട്ടറിക്ക് നൽകേണ്ട 15,000 രൂപയിൽ കൂടുതൽ വരുന്ന മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റിൽ KM എബ്രഹാമിന്റെ ഭാര്യയുടെയും ആശ്രിതരായ 2 മക്കളുടെയും പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് ചീഫ് സെക്രട്ടറിക്ക് മുൻപാകെ ഒരിക്കൽ പോലും ഫയൽ ചെയ്തിട്ടില്ല. വിവരാവകാശ നിയമപ്രകാരം തെളിയിക്കുന്ന പ്രസ്തുത രേഖകൾ എത്തിയതിന്റെ അടിസ്ഥാനത്തിൽ KM എബ്രഹാമിനെതിരെ അതീവ ഗുരുതരമായ വീഴ്ചയും കൃത്യവിലോപവും നടന്നതായി ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി. 2015 മെയ് 25 മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകിയിരുന്നു. പ്രസ്തുത പരാതിയിന്മേൽ മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും KM എബ്രഹാമിനോട് വിശദീകരണം ചോദിച്ചു. തുടർന്ന് 2015 ജൂൺ 10 KM എബ്രഹാം ചീഫ് സെക്രട്ടറിക്ക് മുൻപാകെ മറുപടി ഫയൽ ചെയ്തു. തന്റെ ഭാര്യ ഷേർലി എബ്രഹാമിന് ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഡ്രസ്സുകളല്ലാതെ മറ്റു മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഒന്നുമില്ലാത്തത് കൊണ്ടാണ് പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യാത്തത് എന്ന വിചിത്രവും വിരോധാഭാസവുമായ മറുപടിയാണ് ഫയൽ ചെയ്തത്. പിന്നീട് നടന്ന വിജിലൻസ് അന്വേഷണത്തിൽ ഭാര്യ ഷേർലിയുടെ ബാങ്ക് ലോക്കറിൽ 100 പവന്റെ സ്വർണവും ലക്ഷക്കണക്കിന് രൂപയുടെ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങിയതിന്റെ രേഖയും കണ്ടെത്തിയതായി ഹർജിക്കാരൻ വാദിച്ചു. ഷേർലി എബ്രഹാമിന്റെ ഫെഡറൽ ബാങ്ക് നന്ദൻകോട് ശാഖയിലെ അക്കൗണ്ടിൽ കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നതിന്റെ വിവരങ്ങളും വിജിലൻസ് കണ്ടെത്തി. ഇവ ഹർജിക്കാരൻ ഹൈക്കോടതിയിൽ ഹാജരാക്കി.
കെ എം എബ്രഹാമിന്റെ രണ്ട് മക്കളുടെ കല്യാണം നടത്തിയതിൽ ചെലവായ തുക ബന്ധുക്കളിൽ നിന്ന് പിരിവെടുത്താണ് നടത്തിയത് എന്ന് കെ എം എബ്രഹാമിന്റെ ഭാര്യ ഷേർലി വിജിലൻസിന് നൽകിയ മൊഴി വിശ്വസിക്കാനാവില്ല എന്നും റെയിൽവേ പുറമ്പോക്കിൽ കിടക്കുന്നവർ പോലും മക്കളുടെ കല്യാണം പിരിവെടുത്ത് നടത്തില്ല എന്നും ഹർജിക്കാരൻ കോടതിയിൽ വാദിച്ചു. 1988 മുതൽ 1994 വരെയുള്ള 6 വർഷ കാലയളവിൽ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് ചീഫ് സെക്രട്ടറിക്ക് ഫയൽ ചെയ്യാത്തതിനെതിരെ ഹർജിക്കാരൻ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയപ്പോൾ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യാത്തത് അമേരിക്കയിൽ ഉപരിപഠനത്തിന് പോയത് കൊണ്ടാണ് എന്ന് എബ്രഹാം വാദിച്ചു. ആ കാലഘട്ടത്തിൽ ഇമെയിൽ നിലവിലില്ലാത്തതിനാലാണ് പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുമായിരുന്നു കെ എം എബ്രഹാമിന്റെ മറുപടി. എന്നാൽ അന്ന് ഇമെയിൽ നിലവിൽ വന്നതിന്റെ രേഖയും ഹർജിക്കാരൻ കോടതിക്ക് കൈമാറി. ഇപ്പോൾ കിഫ്ബിയുടെ സിഇഒയും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ കെ എം എബ്രഹാമിനെതിരെ അന്വേഷിച്ചാൽ മാത്രമേ സത്യം കണ്ടെത്താൻ കഴിയൂവെന്ന് ഹർജിക്കാരൻ ഹൈക്കോടതിയിൽ വാദിച്ചു. എബ്രഹാം അതാത് കാലത്ത് ഭരിക്കുന്ന പാർട്ടിയുടെ വിശ്വസ്തനായ സെക്രട്ടറിയായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും അദ്ദേഹം സർക്കാരിന്റെ വിശ്വസ്തനായിരുന്നു. പിന്നീട് പിണറായി വിജയൻ അധികാരത്തിലെത്തിയതോടെ അദ്ദേഹത്തിന്റെയും വിശ്വസ്തനായി. കെ എം എബ്രഹാം പ്രതിപാദനായ ഉദ്യോഗസ്ഥനാണ്. കിഫ്ബി എന്ന പ്രസ്ഥാനം നടക്കുന്നത് കെ എം എബ്രഹാം ഉള്ളതുകൊണ്ട് മാത്രമാണ്. അദ്ദേഹത്തെ മുഖ്യമന്ത്രി ഒരിക്കലും ഒഴിവാക്കില്ല. മുഖ്യമന്ത്രിയുടെ പ്രതിരൂപമായാണ് സെക്രട്ടറിയെ ഉദ്യോഗസ്ഥർ കാണുന്നത്. മുഖ്യമന്ത്രി നൽകുന്ന നിർദ്ദേശങ്ങൾ എബ്രഹാമിലൂടെയാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത്. കിഫ്ബിയുടെ ദൈവമാണ് എബ്രഹാം. കിഫ്ബി അഴിമതിക്ക് പേരുകെട്ട സ്ഥാപനമാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കിഫ്ബിയിൽ ഓഡിറ്റ് നടത്താനുള്ള എജിയുടെ തീരുമാനം സർക്കാർ പൊളിച്ചത് ആരും മറന്നിട്ടില്ല. കിഫ്ബിയിൽ ഓഡിറ്റ് വേണ്ടെന്ന കൗശലത്തിന് പിന്നിൽ മുൻ ധനസെക്രട്ടറി കൂടിയായ ഡോക്ടർ കെ എം എബ്രഹാമിന്റെ ബുദ്ധിയാണ് പ്രവർത്തിച്ചത്. കിഫ്ബിയുടെ ഓഡിറ്റിന് സിഎജിക്ക് അവസരം നിഷേധിച്ചത് വലിയ വാർത്തയായി മാറിയിരുന്നു. ഭീമമായ സർക്കാർ മുതൽ മുടക്കുള്ളതിനാൽ സമ്പൂർണ്ണ ഓഡിറ്റ് ആവശ്യമാണെന്ന സിഎജി നിലപാടിനെ സർക്കാർ തുടക്കം മുതൽ തന്നെ എതിർക്കുകയും ചെയ്തു. കിഫ്ബി ഒരു സർക്കാർ സംവിധാനമല്ലെന്ന് വരെ സർക്കാർ പറഞ്ഞു. കിഫ്ബിയിൽ സിഎജി ഓഡിറ്റിന് വ്യവസ്ഥയില്ലെന്നും സർക്കാർ വാദിച്ചു. 15% തുകയ്ക്ക് മാത്രമാണ് സിഎജി ഓഡിറ്റിന് അനുമതിയുള്ളത്. 15% എന്നത് സർക്കാർ ഗ്രാന്റാണ്. സിഎജി ആക്ട് അനുസരിച്ച് അവർ നേരിട്ട് ഏറ്റെടുത്തതാണ് 15% ഓഡിറ്റ്. സർക്കാർ ഗ്രാന്റ് ഓഡിറ്റ് ചെയ്യുന്നതിനെയും സർക്കാർ എതിർത്തു. ചീഫ് സെക്രട്ടറിക്കും ധനസെക്രട്ടറിക്കും കത്ത് നൽകിയിട്ടും പ്രതികരണം ഉണ്ടാകാത്തതിനെ തുടർന്ന് മുഖ്യമന്ത്രിക്കും കത്ത് നൽകി. എന്നാൽ ഒരു കത്തിനും മറുപടി അയച്ചില്ല. കിഫ്ബി ആക്ടിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ കഴിയില്ല എന്നായിരുന്നു മറുപടി. ആക്ടിൽ ഓഡിറ്റ് വേണ്ട എന്നാണ് പറയുന്നത്. ചട്ടങ്ങൾ നിർമ്മിക്കുന്നത് സർക്കാരാണ്. സർക്കാരിന് ചട്ടങ്ങളിൽ എന്ത് മാറ്റവും വരുത്താൻ സാധിക്കുന്നതുമാണ്. വേണമെങ്കിൽ ഓഡിറ്റ് നടത്താൻ ചട്ടങ്ങളിൽ ഭേദഗതി ചെയ്യാം. 2016 കിഫ്ബി നിയമം ഭേദഗതി ചെയ്തത്. സിഎജിക്ക് പകരം കണക്കുകൾ പരിശോധിക്കാൻ 3 അംഗ സമിതിയെ സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെ നിയമിക്കുന്നതും സർക്കാർ തന്നെ. അതായത് സർക്കാരിന്റെ ഇഷ്ടം പോലെ കണക്കുകൾ പരിശോധിക്കാമെന്ന ചുരുക്കം. സിഎജിക്ക് പകരമായി ഒരു സംവിധാനവും ഫലപ്രദമാകില്ല. സിഎജിക്ക് സർക്കാരിനോട് ഒരു ബാധ്യതയുമില്ല. ഡോക്ടർ കെ എം എബ്രഹാമിന്റെ ബുദ്ധിയാണ് കിഫ്ബി ഓഡിറ്റിൽ ഉള്ളത്. ഓഡിറ്റിംഗിന്റെ കളികൾ ദീർഘകാലം ധനസെക്രട്ടറിയായിരുന്ന എബ്രഹാമിനറിയാം. DGP ജേക്കബ് തോമസ് തുറമുഖ ഡയറക്ടർ ആയിരിക്കെ അദ്ദേഹത്തിന്റെ ഓഡിറ്റിൽ കുരുക്കിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ഓഡിറ്റിൽ കുരുങ്ങിയാൽ എന്തെല്ലാം സംഭവിക്കുമെന്നും എബ്രഹാമിന് നന്നായി അറിയാം. സിഎജിയുടെ പരിശോധന വന്നാൽ നിക്ഷേപകർക്ക് തെറ്റായ സന്ദേശം ലഭിക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. ഓഡിറ്റ് ഒരു സ്ഥാപനത്തിന്റെ സുതാര്യതയുടെ ഭാഗമാണ്. സുതാര്യമല്ലാത്ത സ്ഥലങ്ങളിലാണ് ഓഡിറ്റിംഗ് നടപ്പിലാക്കാത്തത്. കിഫ്ബിയുടെ ബാധ്യതകൾക്ക് സർക്കാർ ഗ്യാരണ്ടിയുണ്ട്. തിരിച്ചടവും സർക്കാരിന്റെ ബാധ്യതയാണ്. അപ്പോൾ ഓഡിറ്റ് വേണ്ടെന്ന് പറയുന്നത് വിചിത്രം തന്നെയാണ്. ഇത്തരത്തിൽ സിഎജിയെ വരെ നിയന്ത്രിക്കാൻ കഴിയുന്ന എബ്രഹാമിന് CPM എന്നാൽ വെറും അശുവാണ്. മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന നിലയിൽ എബ്രഹാം CPMനെ നിലംപരിശാക്കി എന്ന് പറയുന്നതാണ് ശരി. കഴിഞ്ഞ കുറെ വർഷങ്ങളായി സെക്രട്ടേറിയറ്റ് ഭരണത്തിൽ CPM സംഘടനയ്ക്ക് ഒരു റോളും ലഭിക്കാറില്ല. സ്ഥലം മാറ്റവും നിയമനങ്ങളും പോലും മുഖ്യമന്ത്രിയുടെ താല്പര്യപ്രകാരമാണ് നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ താല്പര്യം എന്നാൽ കെ എം എബ്രഹാമിന്റെ താല്പര്യം എന്നാണ് സെക്രട്ടേറിയറ്റിൽ പറയുന്നത്. അതിനാലാണ് കേന്ദ്ര ഏജൻസിയുടെ നീക്കങ്ങൾ ക്യാബിനറ്റ് പദവി നൽകി തടയുന്നതും.